അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിട്ട് ജാൻമണി വന്ന ഒരു കാര്യം പറയാനാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും പറഞ്ഞിട്ട് മീറ്റിങ്ങിലിരുന്ന് പറയണതാണ്. അത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു മോശമായി കളിയാക്കിയൊക്കെ വിളിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അത് ജാൻമണീനെ ഈ ഹൗസിലുള്ള ആരോ പറഞ്ഞു എന്ന് ജാൻമണി പറയുന്നുണ്ട്. അത് ജാൻമണി കേൾക്കുകയും ചെയ്തു എന്ന് ജാൻമണി പറയുന്നുണ്ട്. പക്ഷേ അത് ആരാന്ന് പറയാൻ ജാൻമണിക്ക് ഇവിടെ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതാരാ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ടീം ജാൻമണീനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പവർ ടീം ജാൻമണീനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജാൻമണി അത് ആരാ പറഞ്ഞേ എന്ന് വെളിപ്പെടുത്തണമായിരുന്നു. കാരണം അങ്ങനെയാണ് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കാര്യം ആരും പറഞ്ഞത് ലൈവിൽ കണ്ടിട്ടില്ല. ജാൻമണി അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണോ പറഞ്ഞത് അയാളുടെ പേരെടുത്ത് പറയണം. കാരണം അങ്ങനെ അത്രയും വൃത്തികെട്ട രീതിയിൽ പറയുന്നവരുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം. അങ്ങനെ ഒരു ഷോയും കൂടി ആണിത്. കാരണം തെറ്റുകൾ ആര് ചെയ്യുന്നോ അത് തിരുത്തപ്പെടണം. അവരിപ്പോൾ ഇങ്ങനെ വിളിച്ചത് തെറ്റ് തന്നെയാണ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇങ്ങനെ ആക്ഷേപിച്ചും സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ നമ്പർ വിളിച്ച് കളിയാക്കിയത് ആരായാലും അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇതിനെ തുടർന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള വഴക്ക്. ഇന്നലെ പ്രമോയിൽ കാണിച്ച പോലെ സിബിനും ജാസ്മിനും തമ്മിലുള്ള വഴക്കിൻ്റെ സംഭവം സ്റ്റാർട്ടാകുന്നത്. പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ്, അതായത് സിബിൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞായിരുന്നു, ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. എന്നിട്ട് ഇനി അത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടി എടുക്കുമെന്നും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു.